خلق السماوات والأرض الحمد لله وحده والصلاة والسلام على من لا نبي بعده وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما كثيرا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين عباد الله أوصيكم بتقوى الله. സഹോദരന്മാരെ, സർവശക്തനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. വത്തഖുല്ലാഹ് മസ്തതാഅ്. സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അനുഗ്രഹത്തിൻ്റെ മാസം, പാപമോചനത്തിൻ്റെ മാസം. വിശുദ്ധ ഖുർആൻ ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരേ ഒരു വേദഗ്രന്ഥം, അതാണ് വിശുദ്ധ ഖുർആൻ. ഏത് ചാനലോ ഏത് ഇസ്ലാമിൻ്റെ ശത്രുക്കളോ അവരുടെയൊക്കെ സംസാരത്തിലൂടെ നിങ്ങൾ കടന്നുപോയി നോക്കൂ, അവിടെയൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ അത് അനുകൂലമായേക്കാം, അല്ലെങ്കിൽ പ്രതികൂലമായേക്കാം. എന്തുകൊണ്ടാ സഹോദരന്മാർ ഇത്? ഒരിക്കലും അത്ഭുതങ്ങൾ അവസാനിക്കാത്ത, ഒരിക്കലും വെളിച്ചം മങ്ങാത്ത ഒരേ ഒരു വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അതിൻ്റെ നേട്ടങ്ങൾ ഒരിക്കലും നിലക്കുന്നില്ല. അതുകൊണ്ടാണ് മനുഷ്യരല്ലാത്ത ജിന്നു വർഗം പോലും ആ വിശുദ്ധ ഖുർആൻ കേട്ടപ്പോൾ അവരിങ്ങനെ പറഞ്ഞു എന്നത് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിൻ. ജിന്നു വർഗത്തിൽപ്പെട്ട ഒരു വിഭാഗം ഈ വിശുദ്ധ ഖുർആൻ ശ്രദ്ധിച്ച് കേട്ടപ്പോൾ ഫഖാലു, അവർ പറയാണ്, ഇന്നാ സമിഅനാ ഖുർആനൻ അജബ. അത്ഭുതമുള്ള ഒരു വിശുദ്ധ ഖുർആൻ ഞങ്ങൾ കേട്ടു, ശ്രവിച്ചു. യഹ്ദി ഇല റുഷ്ദ്, അത് സന്മാർഗത്തിലേക്ക് മാർഗം കാണിച്ചു കൊടുക്കുന്ന ഖുർആൻ. ഫആമന്നാ ബിഹി, അപ്പോൾ ഞങ്ങൾ അതിൽ വിശ്വസിച്ചു. വലൻ നുശ്രിക ബിറബ്ബിനാ അഹദ, ഇനി ഞങ്ങൾ ഒരിക്കലും ഒരാളെയും ഞങ്ങളുടെ രക്ഷിതാവിനോട് പങ്കു ചേർക്കുകയില്ല എന്ന് അവർ പ്രതിജ്ഞ ചെയ്യാൻ. ആ രൂപത്തിലുള്ള വിശ്വാസം ആ ജിന്നുവർഗം വിശ്വസിക്കുണ്ടായി വിശുദ്ധ ഖുർആൻ പാരായണം കേട്ടപ്പോൾ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ എല്ലാ അറിവുകളുടെയും ഒരു നിധിയാണ് സഹോദരന്മാരെ. കേവലം അതിൽ അഹ്കാമുകൾ മാത്രമല്ല, ശാസ്ത്രീയ വിഷയങ്ങളൊക്കെ ചരിത്രവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അതേപോലെ അതിൻ്റെ പുതുമ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അല്ലേ? നമ്മളൊരു ലേഖനം, ഒരു ഗ്രന്ഥം ഒരിക്കൽ വായിച്ച ആക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ എടുത്തു വെക്കും. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഓരോ പ്രായം കൂടി കൂടി വരുമ്പോൾ ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ പുതുമ വീണ്ടും നമുക്കതിൻ്റെ ആ പശർമ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളതിൽ അത്ഭുതം കൂറും. അതാണ് വിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകത. നോക്കൂ സഹോദരന്മാരെ, ഏറ്റവും മികച്ച അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യതയോടുകൂടി, വളരെ ക്രമീകരണത്തോടുകൂടി, ആവിഷ്കാരത്തിൽ ഏറ്റവും വാചാലമായ രൂപത്തിലുള്ള വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. അതിൻ്റെ വിധികളും അതിൻ്റെ കൃത്യതയും പറഞ്ഞറിയിക്കാൻ സാധ്യമല്ലാത്ത അത്ര
കൃത്യതയുള്ളതാണ് അത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് വഇന്നഹു ലകിതാബുൻ അസീസ്, ഇത് പ്രതാപമുള്ള ഒരു വേദഗ്രന്ഥമാണ് തീർച്ച. ലാ യഅതീഹിൽ ബാതിലു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി വലാ മിൻ ഖൽഫിഹി, അതിന്റെ മുൻഭാഗത്തിലൂടെ പിൻഭാഗത്തിലൂടെ അതിന്റെ ഭൂതകാലത്തിലോ ഇനി ഖിയാമത്ത് നാൾ വരെ അതിൽ അനീതി അസത്യം എന്ന് കടന്നു വരില്ല. തൻസീലും മിൻ ഹക്കീമിൻ ഹമീദ്, സ്തുത്യർഹനായ യുക്തിമാനായ അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാണ്, അവതരിപ്പിക്കപ്പെട്ടതാണ് ഈ വിശുദ്ധ ഖുർആൻ എന്ന് സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ സഹോദരന്മാരെ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ പോലും ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ തുടങ്ങിയപ്പോൾ അവരെന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സാഹിത്യകാരനും കവിയും അറബ്യൻ കവിതയും ഒക്കെ മനസ്സിലാക്കിയിരുന്ന ആ വലീദ് ഇബ്നു മുഗീറ പറഞ്ഞത് എന്താ? വല്ലാഹി ഇന്ന ലിഖൗലിഹി അല്ലദീ യഖൂലു ഹലാവ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഈ വാക്കിന് ഒരു മാധുര്യമുണ്ട്. വ ഇന്ന അലൈഹി ലതലാവ, അതിനൊരു തിളക്കവും തേജസ്സും ഒരു ഭംഗിയുമുണ്ട്. വ ഇന്നഹു ലമുസ്മിറുൻ അഅ്ലാ, ആ വിശുദ്ധ ഖുർആനിന്റെ മുകൾ ഭാഗങ്ങൾ കായ്ച്ചു നിൽക്കുന്നതാണ്. മുഗ്ദിക്കുന്ന അസ്ഫലു, അതിന്റെ തായ് ഭാഗങ്ങൾ അടിവേരുള്ളതാണ്, ഫലഭൂയിഷ്ടമാണ്. വ ഇന്നഹു ലയഅലു, ആ വിശുദ്ധ ഖുർആൻ ഉയരുന്നു, അത് മുന്നോട്ട് ഉയർച്ചയിലേക്ക് പോകുന്നു. വമായുഅല, ഒരാൾക്കും അതിനെ മറികടക്കാൻ, ആ വിശുദ്ധ ഖുർആനിനെ മറികടക്കാൻ ഒരാൾക്കും സാധ്യമല്ല. വഇന്നഹു ലയഹ്തിമു മാ തഹ്തഹു, ആ വിശുദ്ധ ഖുർആനിന്റെ താഴത്തുള്ള അതിന്റെ അടിയിലുള്ള എല്ലാത്തിനെയും അത് തകർത്ത് കളയുന്നു എന്ന് ആര് പറയുന്നു? വലീദ് ഇബ്നു മുഗീറ, കാഫിറായ വലീദ് ഇബ്നു മുഗീറ പറയാൻ. സാധാരണക്കാരനല്ല, ആ കാലഘട്ടത്തെ ഏറ്റവും അറബ്യൻ സാഹിത്യത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആളാണ് വലീദ് ഇബ്നു മുഗീറ. ആ ശത്രുവാണ് എന്ന് പറയുന്നത് വിശുദ്ധ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണത്തെ പറ്റി പറയുന്നത്. നോക്കൂ സഹോദരന്മാരെ, മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആലോചിച്ച് നോക്കൂ, നമ്മളാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ എന്ന് അവകാശപ്പെടുന്ന നമ്മളാണ് വിശുദ്ധ ഖുർആനിനെ പഠനത്തിനും ഗവേഷണത്തിനും വിധേയമാക്കാതെ പോകുന്നത്. എന്നാൽ ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ, ഇസ്ലാമിന്റെ വൈരികളായ ആളുകൾ അതിന്റെ വെളിച്ചം കെടുത്താൻ വേണ്ടി അതിനെ പഠന വിധേയമാക്കിയപ്പോൾ അവർ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, ഒരു ജർമ്മൻ കവി ആ ഖുർആനിന്റെ ഭാഷാ ശൈലിയെ പറ്റി പഠിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞത്, ഈ വിശുദ്ധ ഖുർആനിൽ ഉന്നതമായ ഒരു കവിതാത്മകവും അതേപോലെ ശക്തവുമായ ഭാഷാ ശൈലിയുള്ള ഗ്രന്ഥമാണ് ഈ ഖുർആൻ, ഇത് സാധാരണ മനുഷ്യന്റെ വാക്കല്ല എന്ന് ആ ജർമ്മൻ കവി പറയുകയാണ്. നോക്കുന്നു, റഷ്യൻ നോവലിസ്റ്റ് പറയുന്നത് ഖുർആനിന്റെ ആ നൈതിക ബോധത്തെ പറ്റി പ്രശംസിച്ച് പറയുകയാണ്. ആ ഖുർആൻ പഠിച്ചിട്ടാണ് അവർ ഇതൊക്കെ പറയുന്നത്. ആലോചിക്കണം നിങ്ങൾ, ആരാ പഠിക്കണത്? ഫ്രഞ്ച് ശാസ്ത്രം. അദ്ദേഹത്തിന് ഒരു പുസ്തകമുണ്ട്, ദ ബൈബിൾ, ദ ഖുർആൻ ആൻഡ് സയൻസ് എന്ന ആ പുസ്തകത്തിൽ ഖുർആനിലെ ചില വചനങ്ങൾ ആധുനിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. ആധുനിക ശാസ്ത്രത്തിന് കണ്ടെത്താൻ സാധിക്കാത്തത് വിശുദ്ധ ഖുർആനിലുണ്ടെന്ന് അവർ പറയുന്നു. ഇവരൊന്നും മുസ്ലിങ്ങളല്ല സഹോദരന്മാരെ. ആലോചിച്ചു, യഥാർത്ഥത്തിൽ നമുക്ക് മുമ്പിലുള്ള ഈ വേദഗ്രന്ഥം പഠിക്കാൻ ഞാനും നിങ്ങളും തയ്യാറില്ല. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഈ റമദാൻ മാസത്തിൽ ഓരോ റമദാൻ മാസത്തിന്റെ രാവുകളിലും മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ആ ഖുർആൻ പഠന വിധേയമാക്കാറുണ്ടായിരുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. എന്തുകൊണ്ടാ? അല്ലാമ ഇബ്നു റജബ് റഹിമഹുല്ല പറയാണ്, ഹാദാ യദുല്ലു അലാ ഇസ്തിഹ്ബാബിൽ ഇക്സാരി മിന തിലാവ ഫീ റമദാന ലൈലൻ, റമദാനിലെ ഓരോ രാത്രിയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ ഇസ്തിഹ്ബാബാണ്, സുന്നത്താണ് എന്ന് പഠിപ്പിക്കുവാനാണ് ആ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് രാത്രി വന്നത് എന്ന് അദ്ദേഹം. കാരണം രാത്രി തന്നെ വരാൻ കാരണം, ആ രാത്രി എന്ന് പറയുന്നത് മനുഷ്യൻ ജോലിയിൽ നിന്നൊക്കെ ഒഴിവായി അവന്റെ ശ്രദ്ധ തെറ്റിപ്പോവാതെ അത് വ്യതിചലിക്കാതെ ഹൃദയ സാന്നിധ്യത്തോടു കൂടി ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സമയമാണ് രാത്രി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആയിഷ ബീവി രാത്രിയായാൽ നേരം സൂര്യൻ ഉദിക്കുന്നത് വരെ ഖുർആൻ പാരായണം ചെയ്തിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ചില സലഫുകളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അവര്
3 ദിവസം കൊണ്ട് ഖത്തം തീർത്തവരുണ്ട്, 7 ദിവസം കൊണ്ട് ഖത്തം തീർത്തവരുണ്ട്, 10 ദിവസം കൊണ്ട് ഖത്തം തീർത്തവരുണ്ട്. മറ്റു ചിലർ അവസാനത്തെ 10 ആകുമ്പോൾ ഓരോ രാവിലും ഖത്തം തീർക്കാറുണ്ട്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ആ റമളാൻ മാസത്തിൽ 60 ഖത്തം തീർത്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി റമളാൻ മാസം വന്നാൽ അദ്ദേഹത്തിന്റെ ഹദീസ് ക്ലാസ്സൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മദീന പള്ളിയുടെ ഒരു തൂണിൽ ചാരിയിരുന്നു കൊണ്ട് ആ ഖുർആൻ പാരായണത്തിൽ മുഴുകുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മഹാനായ സുഫിയാൻ സൗരി റഹ്മഹുല്ലാ ഇതേ പ്രകാരം ഇന്നമാ ഹുവ തിലാവത്തുൽ ഖുർആൻ വ ഇത്ആമു തആം, അദ്ദേഹത്തിന് പണിയനാഥേന് ഖുർആൻ പാരായണം ചെയ്യുക, പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ള. നമ്മെപ്പോലെ അധിക സമയം അവര് ഓവർ ടൈമിലായിരുന്നില്ല സഹോദരന്മാരെ, മറിച്ച് വിശുദ്ധ ഖുർആനിന്റെ മുമ്പിലായിരുന്നു അവർ റമളാനിൽ. അതുകൊണ്ടാണ് അവർക്കൊക്കെയുള്ള യഥാർത്ഥ ജോലി എന്ന് പറയുന്നത് ആ ഖുർആൻ പാരായണം ചെയ്യല്ല. ആ ഖുർആൻ പാരായണം ചെയ്യുന്നപ്പോഴും അത് തദബ്ബുർ ചെയ്യുകയും അതിനെപ്പറ്റി മനസ്സിലാക്കുകയും അത് ഗവേഷണം ചെയ്യുകയും ചർച്ച ചെയ്യുകയും ആശയങ്ങൾ അവർ സംസ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും അങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്തിരുന്നവരാണ് യഥാർത്ഥത്തിൽ സഹാബികൾ എന്ന് പറയുന്ന സലഫ് സാലിഹ്. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി അദ്ദേഹം ഓരോ രാവിലും, അദ്ദേഹത്തെ പറ്റി പറയുന്നത് ഓരോ പകലിലും ഓരോ രാത്രിയിലും ഒരു തവണ ഖത്തം തീർക്കുന്ന. എങ്ങനെ സഹോദരന്മാരെ, ഇതൊക്കെ അത്ഭുതമല്ലേ? റമളാൻ ആകുമ്പോത്തിന് അദ്ദേഹം 60 ഖത്തം ഒക്കെ തീർക്കാറുണ്ടായിരുന്നു എന്ന്. മഹാനായ ഇമാം മാലിക് പിന്നെ റഹ്മഹുല്ലയുടെ സഹോദരിയോട് ഒരു കൂട്ടം ആളുകൾ വന്ന് ചോദിക്കുകയാണ്, എന്താ മാ കാന ശുഹ്റു മാലിക് ഫീ ബൈത്തി, ഇമാം മാലിക്കിന് വീട്ടിൽ എന്താ പണി എന്ന് ചോദിച്ചപ്പം ഖാലത്ത് അൽ മുസ്ഹഫ് വത്തിലാവ, അൽ മുസ്ഹഫ് വത്തിലാവ, ഇതാണ് പണിയുന്ന. വെറും ഖുർആൻ അതാണ് മുന്നിലുണ്ടാവും, അത് പാരായണം ചെയ്യണം. ഇമാം ബുഖാരി റഹ്മഹുല്ലാ റമളാനിന്റെ ഓരോ പകലിലും ഓരോ ദിവസവും ഓരോ ഖത്തം തീർത്തി. ഇതാണ് സലഫ് സാലിഹുടെ മാതൃക. ഞാനും നിങ്ങളുമൊക്കെ അവരുമായി ബന്ധിപ്പിച്ചു നോക്കുമ്പോൾ എവിടെയാണ് സഹോദരന്മാരെ നമ്മൾ ചിലപ്പോൾ സാധാരണ ഓതുന്ന ഖുർആനോത്ത് പോലും നമുക്ക് ഓതാൻ സാധിക്കൂല. കാരണം എന്താ? നമ്മളപ്പോഴും ഓഫ് ടൈമില്ല അല്ലേ? ഇതാണ് നമ്മുടെ അവസ്ഥ. ചിന്തിക്കേണ്ടതാണ് സഹോദരന്മാരെ, ചിന്തിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതുകൊണ്ട് നമുക്കൊരുപാട് ഗുണങ്ങളുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് അത് പാരായണം ചെയ്യുന്ന മുത്തക്കിയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇഖ്വാനി ഫില്ലാഹ് ഉസീകും ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, അഹങ്കാരത്തോടു കൂടിയാണ്, കിബറോട് കൂടിയാണ് ആ വിശുദ്ധ ഖുർആനിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നെങ്കിൽ നാമൊക്കെ ആലോചിക്കണം. വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് എന്താണത്? വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖ്നാകും അവ്വല മർറ. നിങ്ങൾ നമ്മുടെ അല്ലാഹു തആല നാളെ പരലോകത്ത് വെച്ച് നമ്മളോട് പറയും, അഹങ്കാരികളായ ഖുർആൻ പാരായണം ചെയ്യാത്തതിനെ പറ്റി ചിന്തിക്കാത്ത അഹങ്കാരികളായ മനുഷ്യരോട് അല്ലാഹു തആല പറയും, ഓ ഒറ്റപ്പെട്ടവരായി നിങ്ങളിതാ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു. കമാ ഖലഖ്നാകും അവ്വല മർറ, ഒന്നാമത്തെ തവണ നാം സൃഷ്ടിച്ചതുപോലെ, വതറക്തും മാ ഖവ്വൽനാകും വറാഅ ളുഹൂരിക്കും, നിങ്ങൾക്ക് നാം അധീനപ്പെടുത്തി തന്നതൊക്കെ നിങ്ങളതാ പിന്നോട്ട് വലിച്ചെറിഞ്ഞാപ്പ വന്നിരിക്കുന്നു. ആലോചിച്ചു സഹോദരന്മാരെ, ആലോചിച്ചു നോക്കൂ. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു? നമ്മുടെ വാപ്പ, മാതാപിതാക്കള് അല്ലേ, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാര്, നമ്മുടെ മക്കള്, നമ്മുടെ സഹോദരന്മാര്, നമ്മുടെ വീട്, നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ സമ്പത്ത്, ബാങ്ക് അക്കൗണ്ട്, നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മുടെ ടെലിഫോൺ, ഇതേപോലെ നമ്മുടെ ഇന്റർനെറ്റ്, ഇതായിരുന്നു എല്ലാ സമയവും നമ്മുടെ കൂടെ. അല്ലാഹു തആല ചോദിക്കാണ്, നിങ്ങൾ അധീനപ്പെടുത്തിയതൊക്കെ എവിടെ? അതൊക്കെ നാട്ടില് പിന്നെ ദുനിയാവിൽ വിട്ടേച്ചിട്ടാണ് നിങ്ങളുടെ എത്തിയതില്ലേ എന്ന് ചോദിക്കുന്ന അവിടെ നമുക്ക് ഉപകാരപ്പെടുക സഹോദരന്മാരെ ഈ വിശുദ്ധ ഖുർആനാണ്. നമുക്ക് കൂട്ടുകാരനായി ഖബറിലെ ജീവിതത്തിന് ശേഷവും നമുക്ക് കൂട്ടുകാരനായി ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ആ ഖുർആനാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. യഖൂലു സിയാം ഐ റബ്ബി മനഅതുഹു അത്അാമ വശറാബ ബിന്നഹാർ വയഖൂലുൽ ഖുർആൻ മനഅതുഹു അന്നൗമ ഫശഫഇനി ഫീ ഫയശഫഅാന. നോമ്പും ആ വിശുദ്ധ ഖുർആനും ഒരടിമക്ക് നാളെ ശുപാർശകനായി വരും. നോമ്പ് പറയും, പടച്ചവനെ ഈ പകലിൽ
അവന് പാനീയങ്ങളും ഭക്ഷണങ്ങളും തടഞ്ഞു നിൽക്കാനുള്ള കാരണം ഞാനാണ്. അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ എന്റെ ശുപാർശ സ്വീകരിക്കണമേ. ഇതേപോലെ വിശുദ്ധ ഖുർആൻ വന്ന് പറയും, പടച്ചവനെ, രാത്രി അവന്റെ ഉറക്കം കെടുത്തിയത് ഞാനാണ് റബ്ബേ, എന്റെ ശുപാർശ അവന്റെ കാര്യത്തിൽ സ്വീകരിക്കണമേ എന്ന് പറയുമ്പോൾ ഫയുശഫആൻ, ഈ രണ്ടാളുകളുടെയും, നോമ്പുകാരന്റെയും വിശുദ്ധ ഖുർആനിന്റെയും ഖിയാമുൽ ലൈലിന്റെയും ഒക്കെ ആ ശുപാർശ സ്വീകരിക്കപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരന്മാർ, ഏതവസ്ഥയിലും നമ്മൾ ആ ഖുർആനുമായുള്ള ബന്ധം ഒരിക്കലും മുറിയരുത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ സാരത്തിൽ കാണാം, അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ, പടച്ചവനെ, ഈ വിശുദ്ധ ഖുർആനിനെ ഞങ്ങളുടെ ജീവിതത്തിന്റെ വസന്തമാക്കണമേ തമ്പുരാനെ, ഹൃദയത്തിന്റെ വസന്തമാക്കണമേ. വനൂറ സുദൂരിന, വനൂറ സുദൂരിന, ഞങ്ങളുടെ നെഞ്ചിന്റെ വെളിച്ചമാക്കണേ. വജല അസാനിന, ദുഃഖം നീങ്ങിപ്പോവാനുള്ള കാരണമാക്കണേ എന്ന് തുടങ്ങുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അങ്ങനെ വിശുദ്ധ ഖുർആനുമായി നാം ബന്ധപ്പെടുക. അത് നമ്മുടെ ജീവിതത്തിന്റെ വസന്തമാക്കുക, ഹൃദയത്തിന്റെ വസന്തമാക്കി സ്വീകരിക്കുക. അത്തരം മുത്തകളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ, അറിയാതെ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തുമാപ്പാക്കി നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ. അള്ളാഹുവേ, ഞങ്ങൾ മൺമറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ബന്ധുമിത്രാദികൾ, അവർക്കൊക്കെ സംഘടനാ പ്രവർത്തകർ, അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ അവരോടൊപ്പം ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ وانصر دينك وكتابك وسنة نبيك وعبادك المؤمنين. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منكم والأموات. اللهم وفق أميرنا وولي عهده لهداك، واجعل أعمالكما في طاعتك ورضاك، واجعل هذا البلد آمنا مطمئنا سخاء رخاء دار أمن وإيمان وسائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.